കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സച്ചിക്കുള്ള ഫുഡൊക്കെ ആയിട്ട് രേവതി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ സച്ചിക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി. കാരണം താൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് വലിയ നാണക്കേടാവും. വലിയ ആള് കളിച്ച് അവളൊരു ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാ പോയി കഴിക്കുന്നത്? അതോർത്ത് സച്ചി കഴിക്കാതിരിക്കുക. കുറച്ച് സമയമൊക്കെ മഹേഷും കഴിക്കാതെ പിടിച്ചു വന്നു. പക്ഷെ മഹേഷിന്റെ കൂട്ടുകാരനും കൂടെ പോയി കഴിച്ചു കഴിയുമ്പോൾ മഹേഷിന് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അവസാനം മഹേഷും കഴിക്കാനായിട്ട് ചെല്ലുവാണ്. ഈ സമയം സച്ചി ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണ്. രേവതി പറഞ്ഞു, അതെ മര്യാദക്കാണ് വന്ന് കഴിക്കാം, ഫുഡുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് തീരുമെന്ന് പറയാണ്. കഴിച്ചുകൊണ്ടിരുന്ന മഹേഷ് പറഞ്ഞു, സച്ചി നീ വാടാ, നല്ല ടേസ്റ്റാ, ഇതിനു മുമ്പ് ഇത്രയും രുചിയോട് കൂടിയിട്ട് ഞാൻ ഈ കറികളൊന്നും കൂട്ടി ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് പറയണം. പിന്നെ അതെനിക്കറിയാം രുചി ഉണ്ടാവുന്നു, നീ തന്നെ അങ്ങോട്ട് കഴിച്ചാൽ മതി എന്ന് പറയാം. എന്നാലും പെങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ, ഇത്ര നല്ല ഫുഡ് ഉണ്ടാക്കി ഈ കൈക്കൊരു വള ഇട്ട് തരണ്ടെന്ന് പറയാണ്. ഓഹോ, അന്നൊരു കാര്യം ചെയ്യാ, നീ ഒരു വള അങ്ങ് മേടിച്ച് ഇട്ട് കൊടുക്കടാന്ന് സച്ചി പറയാ. എന്നാലും പെങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു, ഇത്ര നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു കഴിയുമ്പോഴത്തേനും മയക്കാനോട് ചെയ്ത് ഇതിനോട് പറഞ്ഞുകൊണ്ട് നടക്കണ്ടെന്ന് പറയും. ഓ, അന്നൊരു കാര്യം ചെയ്യാ, നീ നാളെ തൊട്ട് ഓട്ടം പോണ്ട, നാളെ തൊട്ട് നീയേ ഇവളുടെ ഫുഡിനെ കുറിച്ച് മഹിമ പറഞ്ഞ് മൈക്കാനോട്സും ചെയ്തോണ്ട് ഇവളോട് നടന്നോളാനായിട്ട് മഹേഷിനോട് സച്ചി പറയണം. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ രേവതിക്ക് ചിരി വന്നു. രേവതിക്ക് അറിയാം സച്ചിക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ട്, പക്ഷെ അഭിമാനം അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. നാണമില്ലാത്തവന്മാര് പോയിരുന്ന് കഴിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ടിങ്ങനെ നിൽക്കുകയാണ്. അവസാനം രേവതി പറഞ്ഞു, അതെ ഞാൻ വേറെ എക്സ്ട്രാ ഒരു ബോക്സോടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ കവറിനകത്തുനിന്ന് ഒരു ബോക്സ് അങ്ങ് എടുത്തു വെച്ചു. ഒരു കാര്യം ചെയ്യാം, സച്ചിനോട് വിശക്കുമ്പോ കഴിച്ചോളം പറ എന്നും പറഞ്ഞുകൊണ്ട് ആ ബോക്സ് അവിടെ വെച്ചിട്ട് രേവതിയെ കൊണ്ട് എഴുന്നേക്കുവാണ്. പിന്നെ പോരുന്ന സമയത്തെ ഈ പാത്രം കൂടെ കൊണ്ടുവരാൻ മറക്കരുത്. അത് മാത്രല്ല ഒരു കാര്യം കൂടെ പറഞ്ഞേക്കണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വണ്ടി ഓടിച്ച് കഷ്ടപ്പെടുന്ന, വൈകുന്നേരം വരുമ്പോ വെള്ളം അടിച്ച് വെറുതെ എന്തിനാ ശരീരം കേടായിക്കൊണ്ട് വരുന്നേ? അതിനേക്കാളും ഭേദം വെള്ളം അടിക്കാതെ നല്ല മാന്യമായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നതല്ലേ. മദ്യവെച്ചിട്ടുണ്ടെങ്കിൽ അവനവന്റെ ശരീരം തന്നെ കേടാകുന്നേ. വലിയ കൂട്ടുകാരനല്ലേ, അതും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കാനായിട്ട് മഹേഷിനോട് പറയാണ്. ഇതും പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോവാണ്. രേവതി അങ്ങോട്ട് പോയ ഇവിടെ തന്നെ സച്ചി അങ്ങോട്ടൊക്കെ ഓടി വന്ന് ആ പാത്രം എടുക്കാൻ നോക്കുക. അപ്പോഴേക്കും മഹേഷിച്ചു, എടാ ഇപ്പൊ രേവതി അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, പിന്നെ നീ എന്തിനാ ഈ പാത്രം എടുക്കണേ? അത് പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണം. ഓ, അപ്പൊ നിനക്ക് ഇത്ര സമയം വിശക്കുന്നില്ലെന്നല്ലേ ഇപ്പൊ നീ പറഞ്ഞേ? അത് പിന്നെ വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിശക്കുന്നില്ല എന്ന് പറഞ്ഞ. എന്നാലും എടാ നിന്നെയൊക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നു, നാണമില്ലാത്തമാര്. ചോറ് ഇതിലായിട്ടും കാണാത്ത പോലെ അല്ലേ ചോറ് കണ്ടപ്പത്തിന് ആക്രാന്തം കാണിച്ച് കയറി ചാടി വീണെന്ന് നിൽക്കുക. പിന്നെ ഇത്ര നല്ല കറിയുടെ ഒക്കെ മണം അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അല്ല നീ പിന്നെ എന്തിനാ കഴിക്കാൻ വന്നേ? അത് പിന്നെ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തിനോട് നമ്മൾ ദേഷ്യം കാണിക്കരുതെന്ന്, അന്നത്തെ നമ്മൾ ഒരിക്കലും നമ്മൾ നിന്ദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നം വേസ്റ്റ് ആക്കിക്കൂടാ, അതുകൊണ്ടാ. വേസ്റ്റ് ആക്കുന്നൊന്നല്ല, ഞങ്ങള് കഴിച്ചോളാം. അയ്യടാ അങ്ങനെ കഴിക്കുന്നില്ല, ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞ് സച്ചി എന്ത് ചെയ്യാണ്, ആ പാത്രം തുറന്നു. ആ മീൻ്റെ ഒക്കെ സ്മെല്ലടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. സച്ചി ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. പിന്നീട് ചന്ദ്രമതി ബാമയുടെ അടുത്തുനിന്ന് വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധി അവിടെ ഉണ്ടായിരുന്നു. സുധിയെ കണ്ടതും ചന്ദ്രമതി അങ്ങ് വിളിച്ചുകൊണ്ട് മാറ്റിയിടത്തേക്കൂടെ അങ്ങ് പോവാണ്. എന്നിട്ട് പറഞ്ഞു, എടാ ഇതേ 25,000 രൂപ ഉണ്ടെന്ന് പറയണേ. 25,000 രൂപ കിട്ടിയോളോ? ഒരെണ്ണം കൂടെ വെച്ച് തന്നാണ്ടല്ലോ. ഇത് തന്നെ ഞാൻ ബാമയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ വാങ്ങിച്ചെടുത്തതെന്ന് അറിയാവോ? ഈ പൈസ കൊണ്ട് കൊടുക്ക് നീ നിന്റെ ഭാര്യയുടെ കയ്യില്, എന്നിട്ട് ബോണസ് കിട്ടിയതാന്ന് പറ. പിന്നെ ഒരു കാര്യം കൂടെ, എത്രയും പെട്ടെന്ന് എവിടെയായാലും ഒരു ജോലി മേടിക്കാൻ നോക്ക്. നീ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. അമ്മ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എടാ നീ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നിട്ട് ജോലി കിട്ടുമോ? ഏതെങ്കിലും ഒരു ജോലിക്കകത്ത് നീ കയറ്, അല്ലാതെ ഇന്ന ജോലി കിട്ടിയാലേ പോകുള്ളൂന്നും പറഞ്ഞിരുന്ന എങ്ങനെ ശരിയാവുന്നേ സുധീന്ന് ചോദിക്കാം. അമ്മേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നിന്റെ ഒരു ട്രൈ ഞാനൊന്നും പറയുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ജോലി മേടിച്ചോണം, അറിയാലോ. ഇനി ഇങ്ങനെ എന്റെ പൈസ ഇല്ല വാങ്ങിച്ചു തരാനായിട്ട്. ഇപ്പൊ ബാമയുടെ കയ്യിൽ നിന്ന് കിട്ടി, ഇനി ഇപ്പൊ ആരോടും ചോദിക്കാനില്ല, അറിയാലോ. അച്ഛന്റെ പെൻഷൻ പൈസ പോലും ഇപ്പൊ അറിയാലോ അതിന്റെ അവസ്ഥ എന്താന്ന്. എല്ലാം കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ആ പണം കൂടെ എടുക്കണം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ഇനി ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് പറയണം. അമ്മേ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല എന്ന് പറയണം. അമ്മ ദൈവത്തോടത്ത് ആരോടും പറയില്ലെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, അറിയാലോ. അതിനു മുമ്പ് നീ ഒരു ജോലി മേടിക്കണം. എത്ര കാലം എന്ന് പറഞ്ഞാ ഇങ്ങനെ ശ്രുതിനെ പറ്റിച്ച് കിടക്കുന്നേ. ശ്രുതിയുടെ അച്ഛന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം നീയാ. നിന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അതൊക്കെ അവള് നിന്നെ ഏൽപ്പിക്കുള്ളൂ. നീ ഇങ്ങനെ ജോലിയില്ല കൂലിയില്ല പറ്റിച്ച് നടക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതൊന്നും അവിടെ നിനക്ക് ചെയ്തു തരത്തില്ല. അതുകൊണ്ട് നീ വേണം കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട്. ദൈവത്തെ ഓർത്ത് ഒന്നും ഇല്ലാതാക്കി കുളം തോണ്ടല് കിട്ടടാന്ന് പറയണം. ശരിയെന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട്
സന്തോഷത്തോട് വിട്ട് ശ്രുതി മുറിയിലേക്ക് കയറി ചെല്ലുക. അപ്പൊ ശ്രുതി മുറിയിലുണ്ടായിരുന്നു. ശ്രുതിയെ കണ്ടത് ശ്രുതി എന്നൊക്കെ വിളിച്ച് ഓടി ചെല്ലുവാണ്. എന്താ ശ്രുതി? അതെ, ഇത് ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു കവർ എടുത്ത് അങ്ങോട്ട് നീട്ടുവാണ്. ഇത് 25,000 രൂപയുണ്ട്, ഇത് ബോണസ് കിട്ടിയതെന്ന് പറയാം. ആ, ഇതാ ഞാൻ പറഞ്ഞ ശ്രുതിയോട് പറഞ്ഞ ബോണസ് പൈസ ചോദിക്കണമെന്ന് പറഞ്ഞ. ഇപ്പോഴെങ്ങനെയുണ്ട്, കിട്ടിയില്ലെന്ന് ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു മേടിക്കണം. അത് മാത്രമല്ല, കുറെ കാറൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ ശ്രുതി, അപ്പൊ ഇൻസെന്റീവ് ഒക്കെ നല്ല കൂടുതലാണല്ലോ, അതൊക്കെ ചോദിച്ച് മേടിക്കുക തന്നെ ചെയ്യണമെന്ന് പറയാം. ശ്രുതിക്കാണെങ്കിൽ ഈ ജോലിക്ക് പോലും താല്പര്യം ഇല്ലായിരുന്നല്ലോ, ഞാൻ നിർബന്ധിച്ചു വിട്ടല്ലേ, ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ദേ, ഇനി ഇതുപോലെ ആയിരിക്കണം എല്ലാ മാസം എന്ന് പറയാം. ശമ്പളമൊക്കെ കൃത്യമായിട്ട് ഇനിയിപ്പോ ഇൻസെന്റീവ് ഒക്കെ ചോദിച്ചു മേടിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ശ്രുതി ഒരു ദൈവമേ, കഴിഞ്ഞ മാസം തന്നെ പൈസ കൊടുക്കാൻ ശമ്പളം എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് പലിശയ്ക്ക് മേടിക്കേണ്ടി വന്നു, ഇനിയിപ്പോൾ അടുത്ത മാസം എന്ത് ചെയ്യുക, വല്ലാത്തൊരവസ്ഥയെ പെട്ടുപോയി ശ്രുതി. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ എനിക്ക് സമയമില്ലെന്നാ ഞാൻ പോട്ടെ, എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങി പോവാ. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അറിയാം. അങ്ങനെ ശ്രുതി അങ്ങോട്ട് പോയ പറയാ തന്നെ ശ്രുതി കഥ അടച്ച് കുറ്റിയിട്ടു. പിന്നീട് നവീന്റെ ഫോണിലേക്ക് വിളിക്കുവാണ്. നവീ ഫോൺ എടുത്തോ. ആഹാ, എന്തൊക്കെയുണ്ട് ശ്രുതി? ശ്രുതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞു, അയ്യോ സോറി മറന്നുപോയി, എന്തൊക്കെയുണ്ട് കല്യാണി വിശേഷങ്ങളെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അതെ 50,000 രൂപയല്ലേ ചോദിച്ചേ, 50,000 രൂപ എൻ്റെ എടുക്കാനില്ല, 25,000 രൂപയുണ്ട്, അത് ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാന്ന് പറയാണ്. അതെ, 25,000 ഒന്നും പോരാ അറിയാലോ, 50,000 നമ്മുടെ എഗ്രിമെന്റ് എന്ന് പറയാം, അത് എത്ര എൻ്റെ എടുക്കാനില്ല അറിയാലോ, ബ്യൂട്ടി പാർലറും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയല്ല ഞാൻ. ഇത് 25,000 രൂപ ഉള്ളെന്ന് പറയാം, അത് അക്കൗണ്ടിൽ ഇട്ടുതരാന്ന് പറയാം. 25,000 25,000 ഈ മാസത്തെ ഓക്കെ, കോട്ട തീർന്നു. പക്ഷെ അടുത്ത മാസത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഞാൻ വേറൊന്നും ചോദിച്ചില്ല, പൈസയല്ലേ ചോദിച്ചുള്ളൂ, മുമ്പത്തെ പോലെ വേറൊന്നും ചോദിച്ചില്ലോ എന്ന് ചോദിക്കാം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് വല്ലാത്ത അസ്വസ്ഥയെ. ശ്രുതി പറഞ്ഞു, ശരി ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുവാണ്. ശ്രുതി പിന്നീട് അവിടെ നിന്ന് പൊട്ടിക്കരയുക. ശ്രുതിക്ക് സഹിക്കാൻ പറ്റില്ല, എങ്ങനെ ഈ ബാധയൊന്നും ഒഴിവാക്കാൻ പറ്റുമെന്ന് അറിയില്ല. നവീന്റെ കാര്യം ഇവിടെ അറിഞ്ഞ ആകെപ്പാടെ പ്രശ്നവും, തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും, അവനെക്കുറിച്ച് വീട്ടിലൊന്ന് സൂചിപ്പിക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയിലാണ് ശ്രുതി പെട്ടിരിക്കുന്നത്. പിന്നീട് വൈകുന്നേരമായി. രവീന്ദ്രന് മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത്. രേവതി വന്നപ്പോൾ ചന്ദ്രയും സച്ചി അടുത്തുണ്ടായിരുന്നു. രേവതി വന്നിട്ട് രവീന്ദ്രനോട് ചോദിച്ചു, അച്ഛനെ കുടിക്കാൻ എന്തെങ്കിലും വേണോ, ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണോ, അത് ജ്യൂസ് എന്തെങ്കിലും എടുക്കണമെന്ന് ചോദിക്കും. ഇത് കണ്ട സച്ചി പറഞ്ഞു, അതെ മെഡിസിൻ കഴിക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കുക. ഈ സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ ഇതെന്താ ഇന്ന് ചായ ഒന്നും ആരും ഇട്ടില്ലേ, ചായ ഒന്നും കിട്ടിയില്ലെന്ന് ചോദിക്കാം. എടാ എനിക്ക് പോലും കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ടും, ഇനി വേണമായിരിക്കും എല്ലാം എന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശി വിളിക്കുന്നത്. അയ്യോ അച്ഛാ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കണം. എന്താടാ, എന്താ കാര്യം, എന്താ? ഇതേ അച്ഛമ്മ വിളിക്കണം എന്ന് പറയണേ. അമ്മയോ? അപ്പൊ എന്തിനാ പോലും വിളിക്കുന്നത്? അതെന്തിനാന്ന് അറിയില്ല, ചിലപ്പോൾ അച്ഛന് കുറവുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു കാര്യം ചെയ്ത് നീ കോൾ എടുക്കാൻ പറയണം. അങ്ങനെ സച്ചി കോൾ എടുത്തു. ആ, എന്തൊക്കെയുണ്ട് അച്ഛമ്മ വിശേഷങ്ങള്? സുഖാന്ന് പറയണം. നിനക്ക് എങ്ങനെയുണ്ട്? എനിക്ക് സുഖം അച്ഛമ്മ എന്ന് പറയണം. അല്ല എങ്ങനെയുണ്ട് രവിക്ക്, എങ്ങനെയുണ്ട് രവീന്ദ്രനെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, കുഴപ്പമില്ല, കുറവുണ്ടെന്ന് പറയണ. അല്ല അവന് അടുത്തുണ്ടോ, രവി അടുത്തുണ്ടോ, അവൻ്റെ നിന്ന് ഫോൺ കൊടുക്കാൻ പറയണ, ഇപ്പൊ കൊടുക്കാൻ പറയണ. ദേ അച്ഛന് ഫോൺ തരാൻ പറഞ്ഞ് പറയണ. പിന്നീട് രവീന്ദ്രന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുവാണ്. ഫോൺ കൊടുത്തപ്പോ കലാവതി മുത്തശ്ശി ചോദിച്ചു, എങ്ങനെയുണ്ടോ മോനെ, നിന്റെ പനിയൊക്കെ കുറവുണ്ടോന്ന് ചോദിക്കാം. കുറവുണ്ടമ്മേന്ന് പറയണം. അതെങ്ങനെയാ, റിട്ടയർ ആക്കിയതിന് ശേഷം നിന്റെ ഭാര്യ നിന്നെ നേരം വേണം നോക്കുന്നില്ലായിരിക്കും അല്ലേ? അല്ലെങ്കിൽ തന്നെ അവൾക്ക് പണ്ടേ നിന്നെ കണ്ണെടുത്താൽ കാണത്തില്ലല്ലോ. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണെങ്കിൽ രവീന്ദ്രനെ, ഇപ്പൊ പിന്നെ നിനക്ക് പൈസ കിട്ടാനൊന്നും ഇല്ലല്ലോ, പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നിന്നോടൊരു പുച്ഛമായിരുന്നു നമുക്ക്, ഇപ്പൊ പിന്നെ പറയാൻ വേണ്ട, അതുകൊണ്ട് നിന്റെ കാര്യങ്ങളൊന്നും വേണം, നേരം വേണം നോക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും നിനക്ക് പനിയൊക്കെ പിടിച്ചല്ലേന്ന് ചോദിക്കുക. ഞാൻ അവിടെ വേണ്ടതായിരുന്നു, അങ്ങനെയാണെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ലായിരുന്നു പറയാണ്. ഇത് കേട്ടതും രവീന്ദ്രൻ ഇങ്ങനെ ഒന്ന് ചന്ദ്രമതി നോക്കുക. ചന്ദ്രമതി ഇങ്ങനെ പല്ലിറുമ്പി ഇരിക്കുകയാണ്. പിന്നീട് അറിഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ്. ഇത് കേട്ടാൻ രവീന്ദ്രൻ ആകെപ്പാടി വിഷമിച്ചു. സച്ചു പറഞ്ഞു, ആ വരുവാണോ, അന്ന് അച്ഛമ്മ ഒരു കാര്യം, അച്ഛമ്മ ഇങ്ങോട്ട് പോരെ, ഞാൻ വന്നച്ഛമ്മരെ കൂട്ടിക്കൊണ്ട് വന്നോളൂ പറയുവാണ്. ഇത് കേട്ടാൻ രവീന്ദ്രൻ സച്ചിക്കൂടെ തട്ട് കൊടുത്തു. മിണ്ടായിരിക്കണമെന്ന് പറയാണ്. അതെന്താ മിണ്ടായിരിക്കാല്ലേ പറഞ്ഞെന്ന് ചോദിക്കുക. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അല്ലമ്മ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, ഇവിടെയെല്ലാം അപ്പോഴും ഡെങ്കിപ്പനിയൊക്കെ പരന്നിരിക്കുക, അമ്മ വന്നിട്ടുണ്ടെങ്കിലേ ശരിയാകത്തില്ല, അമ്മയ്ക്കൂടെ പിടിച്ചാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ പനിയൊക്കെ എല്ലാവരുടെയും ഒന്ന് കുറഞ്ഞിട്ട് അമ്മ വന്നാൽ മതി എന്ന് പറയാണ്. രവീന്ദ്രൻ അറിയാം, ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് സർജറി കഴിഞ്ഞ കാര്യമൊക്കെ അമ്മ അറിയും, അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെയുള്ള കാര്യം. പിന്നീട് അവർ പറഞ്ഞു, കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇനി ഞാൻ വരുമ്പോ ഉണ്ടല്ലോ, ഞാൻ ശ്രീകാന്തിന് വേണ്ടി നല്ലൊരു പെണ്ണിനെ ആലോചിച്ചിട്ടുണ്ട്, ആ പെണ്ണിന്റെ വീട്ടുകാരെയും കൊണ്ട് വരാട്ടോ, നല്ല പെൺകുട്ടിയാ, അതെ നമ്മുടെ രേവതി മോളെ പോലെ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാ,
അതുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിന് ചേരുകയും ചെയ്യും. അപ്പം അവരുടെ വീട്ടുകാരും കൂട്ടിയും കൂടി വരാമെന്ന് പറയണം. ശരി, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നീട് കലാവതി മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പം ദീപാവലിയൊക്കെയല്ലേ വരാൻ പോന്നെ, ഒരു കാര്യം ചെയ്യാം, സച്ചിക്കും രേവതിക്കും സുധിക്കും ഒക്കെ ഉള്ള ഡ്രസ്സ് എടുക്കാനുള്ള പൈസയൊക്കെ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണമെന്ന് പറയാം. അവരുടെയൊക്കെ ആദ്യത്തെ ദീപാവലി അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അല്ലമ്മേ പൈസയുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇട്ട് തരുന്നതല്ലേ, അത് അവർക്ക് കൊടുത്തേക്കാൻ പറയണം. അവർക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ അവർ മേടിക്കട്ടെ എന്നൊക്കെ പറയണം. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോള് കട്ട് ചെയ്യണം. കോള് കട്ട് ചെയ്തപ്പോ തന്നെ ചന്ദ്രമതി പറഞ്ഞു, പറഞ്ഞു കേട്ടോ, തങ്കപ്പെട്ട സ്വഭാവമുള്ള മരുമോളാന്ന്. ആ മരുമോള് കാരണം ഇപ്പൊ ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. അതെന്താ രവിയേട്ടാ അമ്മയോട് പറയാത്തേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ അതും കൂടെ പറയാൻ എല്ലാവരും ചോദിക്കുവാണ്. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു, അല്ല ഞാൻ എന്താണല്ലോ അച്ഛമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി കഴിഞ്ഞു, പറയുവാണെ പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, പറയുന്ന കൂട്ടത്തില് നിന്റെ ഭാര്യയുടെ വിശേഷം കൂടെ പറയണം, അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്നുള്ളേ, അല്ലാതെ മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യാൻ പോകണ്ട, അമ്മ എന്തായാലും ദീപാവലിക്ക് ഡ്രസ്സ് മേടിക്കാൻ കുറച്ച് പൈസ കിട്ടാനാന്ന് പറഞ്ഞിട്ടുണ്ട്, പൈസ ഇട്ട് വരും. പിന്നീട് സുധിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ നിങ്ങൾ വാങ്ങിച്ചോളാൻ പറയാണ്, എന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, അതും കൂടെ ഞാൻ തരാന്ന് പറയണം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, അതൊന്നും വേണ്ടച്ചാന്ന് പറയണം. അതെന്താ, അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിലായിട്ട് കുറെ പൈസയൊക്കെ ചിലവായി, ഇപ്പൊ ഞങ്ങൾക്ക് ഡ്രസ്സുകളും കാര്യങ്ങളും ഒന്നും വേണ്ട, അച്ഛൻ്റെ ആ പൈസ ഇരിക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടത് ചന്ദ്രമതി പറഞ്ഞു, കേട്ടില്ല എന്റെ മരുമോള് പറഞ്ഞ ഇങ്ങനെ ആവണം, നിങ്ങളോടുന്ന മരുമോളാണെ പറയും ഇങ്ങോട്ട് തന്നേരെ മേടിക്കാന്നൊക്കെ പറയുള്ളൂ, പക്ഷെ എന്റെ മരുമോള് പറഞ്ഞ കേട്ടോ, ഇതാ പറഞ്ഞ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ കൊണ്ടുവരണമെന്ന്, അല്ലാതെ വേറെ അടുത്തൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ലെന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചു, ശ്രീകാന്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ടാലോ. ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു, അല്ല ആദ്യത്തെ ദീപാവലി അല്ലേ, എല്ലാവരും ഇവിടെ ആഘോഷിക്കുന്നില്ലേ, ഒരു കാര്യം ചെയ്താലോ, ശ്രീകാന്തിനെ വിളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ സഹിച്ചില്ല. എന്താ ശ്രീകാന്തിനെ വിളിക്കാനാ? അതെ, അവനൊറ്റയ്ക്കല്ലേ, അവന്റെ ആദ്യത്തെ ദീപാവലി അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചി പറഞ്ഞു, എന്താ പറഞ്ഞേ, ശ്രീകാന്തിനെ വിളിക്കാനോ? നല്ല കഥയെ, അവൻ ഈ വീട്ടിലേക്ക് അങ്ങനെ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ മുട്ടുകാരെ ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. അവൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നേ. അതെ, അവനെ മാത്രം കുറ്റം പറയണ്ട, നിന്റെ ഭാര്യ ഉണ്ടെന്ന് പറയണം, ആരൊക്കെയാണല്ലോ ശരി, അവൻ ഈ കുടുംബത്തിലേക്ക് കയറാണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം, അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയണം. ആ സമയം സുധി ഇങ്ങനെ ആലോചിച്ചു, ദേ ഒരു പക്ഷെങ്കില് വർഷയുടെ വീട്ടുകാർ വലിയ കോടീശ്വരന്മാരാന്നാ കേട്ടെ, അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തനിക്കും തന്നെ ഭാര്യയ്ക്കും ഒരു വിലയില്ലാതെ പോകും, അതൊരു കാരണവശാലും പാടില്ല. പെട്ടെന്ന് സുധി ആടി കയറി പറഞ്ഞു, അതെ ഞാൻ സച്ചിയുടെ ഒപ്പം നിൽക്കുന്നത്, സച്ചി പറഞ്ഞാൽ ശരി, ശ്രീകാന്ത് കാരണം അല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഒരു കാരണവശാലും അവൻ ഈ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയാണ്. അത്ഭുതത്തോട് കൂടിയിട്ട് സച്ചി ഇങ്ങനെ നോക്കുവാണ് സുധീനെ, ഇവൻ എന്തുകൊണ്ടാ തന്റെ പക്ഷം ചേർന്നെന്നുള്ള സംശയം സച്ചിന്റെ മനസ്സിലുണ്ട്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, അതെ ചന്ദ്രമതി അവൻ പോയ വഴി പോയി, അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ, തനിച്ച് ജീവിക്കാനായിട്ട് പോയതല്ലേ, അവൻ പോയി ജീവിക്കട്ടെ, ഇനി അവന്റെ കാര്യത്തിൽ നമ്മളോട് തീരുമാനം എടുക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. പിന്നീട് സച്ചിയോട് പറഞ്ഞു, അതെ നീ ഒരു കാര്യം ചെയ്യാം, നീ രേവതിനെ കൊണ്ടുപോയി അവളുടെ വീട്ടിൽ കൊണ്ടുപോയി, ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് സച്ചി പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയി വിടണോ, അന്ന് ഇപ്പൊ തന്നെ കൊണ്ടുപോയി വിട്ടിട്ട് വരാന്ന് പറയണം. എടാ അതല്ല പറഞ്ഞത്, ദീപാവലിയൊക്കെയല്ലേ വരുന്നേ, അവളുടെ വീട്ടിൽ പോകണമെന്ന് അവൾക്കും ആശ കാണത്തില്ലേ, ഒരു കാര്യം ചെയ്യുക, അവളുടെ വീട്ടിൽ പോയിട്ട് നീ അവളെയും കൊണ്ട് തിരിച്ചു പോരാൻ പറയണം. അതാണോ പറഞ്ഞേ, ആകെപ്പാടെ മോഹിച്ചു പോയി എന്ന് സച്ചി ഇങ്ങനെ പറയുവാണ്. ഇത് കേട്ടപ്പോൾ രേവതിക്ക് ആകെപ്പാടെ സങ്കടം വന്നു. പിന്നീട് ചന്ദ്രമതി ചോദിച്ചു, ഇപ്പൊ ദീപാവലിക്ക് അങ്ങോട്ട് ചെന്നാലും മതി, അവിടെ ഇങ്ങനെ എന്തൊക്കെയോ ഭയങ്കര കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചേക്കുള്ളതെന്ന് പറയാണ്. ഇത് കേട്ടതും രവീന്ദ്രൻ, ദേ ചന്ദ്രൻ നിന്നോട് ഞാൻ മുമ്പേ തൊട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും പറയരുന്ന്, നിനക്ക് എത്ര പറഞ്ഞാൽ എന്താ മനസ്സിലാകത്തില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് രേവതിയുടെ അമ്മ അങ്ങോട്ട് വരുന്നേ. രേവതിയുടെ അമ്മേനെ കണ്ടത് കടന്നൽ കുത്തിയ പോലെ ആയിപ്പോയി. ചന്ദ്രമതിയുടെ മുഖം അവർക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ വരവങ്ങോട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇത് കൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.